പ്രൈം ടൈം ന്യൂസ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുത്ത ബിഷപ്പുമാരെ വിമർശിച്ച മന്ത്രി സജി ചെറിയാനെതിരെ കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിലും പ്രതിപക്ഷവും. ഉന്നത സ്ഥാനത്തിരിക്കുന്നവർ സംസ്കാര സമ്പന്നമായ ഭാഷ ഉപയോഗിക്കണമെന്ന് KCBC വക്താവ് ഫാദർ ജേക്കബ് പാലക്കാപ്പിള്ളി പറഞ്ഞു. സജി ചെറിയാനെ രൂക്ഷമായി വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശനും കേന്ദ്ര സഹമന്ത്രി V മുരളീധരനും രംഗത്തെത്തി. BJP വിരുന്നിന് വിളിച്ചപ്പോൾ ചില ബിഷപ്പുമാർക്ക് രോമാഞ്ചമുണ്ടായെന്നും മണിപ്പൂരിനെ മറന്നെന്നുമായിരുന്നു മന്ത്രി സജി ചെറിയാന്റെ വിമർശനം. ഇതിനെതിരെയാണ് കത്തോലിക്ക ബിഷപ്പുമാരുടെ കൂട്ടായ്മയായ KCBC രംഗത്തെത്തിയത്. മതമേലധ്യക്ഷന്മാരെ അവഹേളിക്കാൻ സജി ചെറിയാന്റെ പാർട്ടിക്ക് പ്രത്യേക നിഘണ്ടുണ്ടെന്ന് KCBC വക്താവ് ഫാദർ ജേക്കബ് പാലപ്പിള്ളി. സംസ്ഥാനത്തെ ഒരു മന്ത്രി, ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ വളരെ മോശമായി അതിനോട് പ്രതികരിച്ചു എന്നത് വളരെ ദുഃഖകരമായൊരു കാര്യമാണ്. അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ ഔചിത്യരഹിതമായ വാക്കുകളാണ്. ക്രൈസ്തവ സഭാ നേതാക്കളെ പിന്തുണച്ചും സജി ചെറിയാനെ വിമർശിച്ചും കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി. ഇഷ്ടമില്ലാത്ത ആളുകളെ അപകീർത്തിപ്പെടുത്താൻ ചിലരെ പറഞ്ഞുവിട്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി. MM മണിയും സജി ചെറിയാനുമൊക്കെ അത്തരത്തിലാണ് പ്രതികരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. ഇത് CPM നേതൃത്വത്തിന്റെ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മാന്യമായി ജീവിക്കുന്ന ആളുകളുടെ വീടിന് മുന്നിലേക്ക് പണ്ട് ചില പ്രമാണിമാര് കള്ളു കുടിപ്പിച്ചിട്ട് ഒരാളെ പറഞ്ഞു വിടും ചീത്ത വിളിക്കാൻ വേണ്ടി. അതുപോലെ ചില മന്ത്രിമാരെയും ചില CPM നേതാക്കന്മാരെയും മര്യാദയ്ക്ക് ജീവിക്കുന്ന ആളുകളെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ബിഷപ്പുമാരുടേത് സൗഹൃദ സന്ദർശനമായി കണ്ടാൽ മതിയെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. വിഷയം രാഷ്ട്രീയ ആയുധമാക്കുകയാണ് BJPയും. സജി ചെറിയാന്റെ ചരിത്രം പരിശോധിക്കുന്നവർക്ക് പ്രസ്താവനയിൽ അത്ഭുതമുണ്ടാവില്ലെന്നും കേന്ദ്രമന്ത്രി V മുരളീധരന്റെ പരിഹാസം. കേരളത്തിലെ ഒരു സമുദായത്തെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് സംസ്ഥാനത്തിന്റെ ഭരണം കൈയാളുന്ന ഒരു മന്ത്രി ഈ തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത് ഒരുപക്ഷെ സജി ചെറിയാന്റെ ചരിത്രം പരിശോധിക്കുന്നവർക്ക് അത്ഭുതമുണ്ടാവില്ലെങ്കിലും കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം അധിക്ഷേപകരമായിട്ടുള്ള പരാമർശങ്ങളാണ് നടത്തിയിട്ടുള്ളത്. പ്രധാനമന്ത്രി നടത്തിയ ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുത്തതിൽ രാഷ്ട്രീയമില്ലെന്നാണ് KCBCയുടെ നിലപാട്. മന്ത്രിയുടെ പ്രസ്താവനയിൽ മറ്റു ക്രൈസ്തവ സഭകൾക്കും അതൃപ്തിയുണ്ട്. 24 കൊച്ചി. മണിപ്പൂർ വിഷയത്തിൽ ക്രൈസ്തവ സഭകൾ ശക്തമായി നിലപാട് സ്വീകരിക്കണമായിരുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒരു മതവിശ്വാസം സ്വീകരിച്ചു എന്ന പേരിലാണ് നിരവധി പേർക്ക് ജീവൻ നഷ്ടമായത്. കലാപസമയത്ത് ഉന്നത സ്ഥാനത്തിരുന്ന ഇവർ ഒരു ചെറുവിരൽ പോലും അനക്കിയില്ല. 4 വോട്ടിനു വേണ്ടിയാണ് ഇവർ മൗനം പാലിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എല്ലാവിധ പീഡനങ്ങൾക്കും ഇരയാകുന്നവർക്ക് രക്ഷ നൽകാൻ, അക്രമികളെ നിലക്ക് നിർത്താൻ ഒരു ചെറുവിരൽ പോലും അനക്കാൻ തയ്യാറാകാത്ത ആ ഉന്നതസ്ഥാനീയനൊക്കെ ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ 4 വോട്ട് പോരട്ടെ എന്ന തരത്തിൽ ചില സൗഹാർദ്ദ നീക്കങ്ങൾ നടത്തുമ്പോൾ അതും എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നതേയുള്ളൂ. അയോധ്യ കേസിലെ സുപ്രീം കോടതി വിധി ഒരേ സ്വരത്തിലായിരുന്നുവെന്ന് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. വിധിന്യായം എഴുതിയത് ആരാണ് എന്ന് വ്യക്തമാക്കാതിരുന്നത് ജഡ്ജിമാർ ഏകകണ്ഠമായി എടുത്ത തീരുമാനമാണ്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയ വിധിക്കെതിരെയുള്ള വിമർശനങ്ങളോട് പ്രതികരിക്കാനില്ലെന്നും DY ചന്ദ്രചൂഡ്. വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിലാണ് ചീഫ് ജസ്റ്റിസിന്റെ വിശദീകരണം. R അച്യുതൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അച്യുതൻ, എന്തൊക്കെയാണ് ചീഫ് ജസ്റ്റിസിന്റെ വിശദീകരണം? വേണു, ഈ അയോധ്യ കേസുമായി ബന്ധപ്പെട്ട വിധി പ്രസ്താവിച്ച ഭരണഘടനാ ബെഞ്ചിലെ അന്നത്തെ ജഡ്ജിമാരിൽ ഒരാളായിരുന്നു ഇന്നത്തെ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കാണ് ഇപ്രകാരം ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ അയോധ്യ കേസിലെ വിധി പറയുന്ന ഒരു ഘട്ടത്തിൽ പലതരത്തിലുള്ള ഈ സംഘർഷങ്ങൾ, നീണ്ടുനിന്ന സംഘർഷങ്ങളുടെ ചരിത്രത്തിൻ്റെ ഒരു പശ്ചാത്തലവും ഒപ്പം തന്നെ വിവിധ കാഴ്ചപ്പാടുകളും ജഡ്ജിമാർക്കുണ്ടായിരുന്നെങ്കിൽ കൂടിയും എല്ലാവരും ഒരേ സ്വരത്തിലാണ് ഈ വിധി പ്രസ്താവിച്ചത് എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഒപ്പം തന്നെ
ഈ വിധി എഴുതിയത് ആരെന്നുള്ളത് വ്യക്തമാക്കേണ്ട എന്ന തരത്തിൽ എല്ലാവരും 5 പേരും ഒരു ഏകകണ്ഠമായി തീരുമാനിക്കുകയും അങ്ങനെയാണ് അയോധ്യ കേസിൽ അന്ന് വിധി ഉണ്ടാകുന്നതും ആ വിധി പ്രസ്താവനയിലേക്ക് കടന്നതും എന്നുമാണ് ചീഫ് ജസ്റ്റിസ് ഈ ഒരു വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ബെഞ്ചിനെതിരായ വിമർശനങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചത് സുപ്രീം കോടതി അത് വിശ്വാസ്യത പുലർത്തിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്, അക്കാര്യത്തിൽ തനിക്ക് യാതൊരു തരത്തിലുള്ള സംശയവുമില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി. ആർട്ടിക്കിൾ 370 ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളോട് അദ്ദേഹം തനിക്ക് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാനില്ല എന്നുള്ളൊരു മറുപടിയാണ് അദ്ദേഹം നടത്തിയത്. സുവർഗ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ട് ഈ അവസാനം വന്ന വിധിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രതികരിച്ചത് വിധി ഒരിക്കൽ വ്യക്തിപരമൊന്നുമല്ല, പക്ഷേ ആ വിധിയിന്മേലൊരു പശ്ചാത്താപവും ഇല്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും അയോധ്യ വിഷയത്തെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരേ സ്വരത്തിൽ ഏകകണ്ഠമായി ആ ഒരു വിധിയിലേക്ക് എത്തി എന്നുള്ളതാണ് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. വേണു അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി തത്സമയം ചേർന്നത്. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠയുടെ പ്രചാരണ പരിപാടികൾക്ക് ഔദ്യോഗിക തുടക്കം. അയോധ്യയിലെ താൽക്കാലിക ക്ഷേത്രത്തിൽ പൂജിച്ച അക്ഷതം രാജ്യത്തെല്ലായിടങ്ങളിലും എത്തിക്കും. ക്ഷണം ലഭിച്ചില്ലെങ്കിലും പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു പറഞ്ഞു. രാമക്ഷേത്രത്തിന്റെ കാര്യത്തിൽ രാഷ്ട്രീയമില്ലെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രതികരിച്ചു. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ സോണിയാഗാന്ധി പങ്കെടുക്കുമെന്ന് തന്നെ കരുതുന്നതായുള്ള വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പ്രതികരണത്തിന് പിന്നാലെയാണ് സുഖ്വീന്ദർ സിംഗ് സുഖുവിന്റെ നയം വ്യക്തമാക്കൽ. തന്നെ അയോധ്യയിലേക്ക് പോകാൻ ആരും ക്ഷണിക്കേണ്ടതില്ല, ക്ഷണിച്ചില്ലെങ്കിലും താൻ അയോധ്യയിലേക്ക് പോകുക തന്നെ ചെയ്യുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. രാമക്ഷേത്ര ഉദ്ഘാടന വിഷയത്തിൽ പരസ്യവിലക്ക് കോൺഗ്രസിൽ നിലനിൽക്കെയാണ് സുഖ്വീന്ദർ സിംഗ് സുഖുവിന്റെ പ്രതികരണം. രാമക്ഷേത്ര ഉദ്ഘാടന പരിപാടികൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പ്രചരണ പരിപാടികൾക്ക് ഇന്ന് തുടക്കമായി. 10 കോടി വീടുകളിലെങ്കിലും ശ്രീരാമക്ഷേത്ര ഉദ്ഘാടന സന്ദേശം കൈമാറുമെന്ന് ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് വ്യക്തമാക്കി. കേരളത്തിൽ 50 ലക്ഷം വീടുകളിലാണ് അക്ഷതവും ലഘുലേഖയും എത്തിക്കുക. ജനുവരി 15 വരെ പ്രചരണ പരിപാടികൾ നീളും. ക്ഷേത്ര ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കാൻ അയോധ്യയിൽ കേന്ദ്രസേനയെ വിന്യസിക്കും. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. സിൽവർ ലൈൻ പദ്ധതിക്ക് 1 ഇഞ്ച് ഭൂമി പോലും വിട്ടുകൊടുക്കാനാവില്ലെന്ന് റെയിൽവേ. കേന്ദ്ര റെയിൽവേ ബോർഡിന് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ദക്ഷിണ റെയിൽവേ എതിർപ്പ് വ്യക്തമാക്കുന്നത്. സിൽവർ ലൈൻ ഭാവിയിൽ റെയിൽവേ വികസനത്തെ തടസ്സപ്പെടുത്തുമെന്നും അധിക ബാധ്യതയ്ക്ക് കാരണമാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ നിരവധി തടസ്സവാദങ്ങളാണ് ദക്ഷിണ റെയിൽവേ ഉന്നയിച്ചിട്ടുള്ളത്. പദ്ധതിക്കായി റെയിൽവേയുടെ ഭൂമി വിട്ടു നൽകുന്നത് സംസ്ഥാനത്തെ റെയിൽവേ വികസനത്തിന് തടസ്സമാകും. നിലവിൽ സർവീസ് നടത്തുന്ന ട്രെയിനുകളുടെ വേഗം കൂട്ടുന്നതിനെ ഇത് ബാധിക്കും. പദ്ധതിയുടെ അലൈൻമെന്റ് അന്തിമമാക്കിയപ്പോൾ റെയിൽവേയുമായി ചർച്ച നടത്തിയിട്ടില്ലെന്നും റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നു. എന്നാൽ റിപ്പോർട്ട് തള്ളി സിൽവർ ലൈൻ രംഗത്തെത്തി. പാലക്കാട്, തിരുവനന്തപുരം റെയിൽവേ ഡിവിഷണൽ മാനേജർമാർ കേരയിൽ അധികാരികളുമായി ചർച്ച നടത്തിയതിന്റെ വിശദാംശങ്ങൾ പുറത്തുവന്നു. റെയിൽവേയുടെ ഭൂമി വിനിയോഗിക്കുന്ന വ്യവസ്ഥകൾ പാലിച്ചാണ് സിൽവർ ലൈൻ എന്ന് ചർച്ചയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് നേതാക്കളുടെ വാക്പോര്. പദ്ധതി കേന്ദ്രം അംഗീകരിച്ചാലും കേരളത്തിൽ നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. അത് അപ്രായോഗികമായ ഒരു പദ്ധതിയാണ്. ഒരു കാരണവശാലും കേരളത്തിൽ അത് നടപ്പാക്കാൻ ആകാത്ത പദ്ധതിയാണ്. ഇനി കേന്ദ്ര ഗവൺമെന്റ് സമ്മതിച്ചാലും സംസ്ഥാന ഗവൺമെന്റ് സമ്മതിച്ചാലും അത് നടപ്പാക്കാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല. അത് കേരളത്തെ പാരിസ്ഥിതികമായി തകർക്കുന്ന, സാമ്പത്തികമായി തകർക്കുന്ന, വെറും കമ്മീഷന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു പദ്ധതിയാണ്. അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല. 5 നയാ പൈസ ഉച്ചയ്ക്ക് കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കാൻ പണമില്ലാത്ത സർക്കാരാണ് 2 ലക്ഷം കോടി രൂപ ഉപയോഗിച്ച് കേരളത്തിൽ കേരയിൽ പണിയാൻ പോകുന്നത്. ദക്ഷിണ റെയിൽവേ വിചാരിച്ചാൽ സിൽവർ ലൈൻ പദ്ധതി തടയാനാകില്ലെന്ന് മന്ത്രി MP രാജേഷ്. കേരളത്തോടുള്ള ഒരു വിവേചനത്തിന്റെ വേറൊരു ഉദാഹരണമായിട്ട് മാത്രമേ അതിനെ കാണാൻ പറ്റൂ. ഒരു തരത്തിലും ഇത് അനുവദിക്കില്ല എന്ന് BJP നേതാക്കൾ പ്രസ്താവന നടത്തിയത് ഇപ്പോൾ നമ്മൾ ഓർക്കേണ്ടതാണ്, ഇതുമായിട്ട് ചേർത്ത് വായിക്കേണ്ടതാണ്. അത്തരത്തിലുള്ള ചില ഇടപെടലുകളുടെ ഭാഗമാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തെല്ലാം ഉണ്ടെങ്കിലും ആത്യന്തികമായി ഇതിന് നേരെ കണ്ണടയ്ക്കാനും മുഖം തിരിക്കാനും കേന്ദ്രത്തിന് കഴിയില്ല എന്ന ഉറച്ച വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. കേന്ദ്ര സർക്കാരിന് പദ്ധതിയിൽ താൽപര്യമില്ലെന്നും സിൽവർ ലൈൻ അടഞ്ഞ അധ്യായമാണെന്നുമായിരുന്നു കേന്ദ്രമന്ത്രി V മുരളീധരന്റെ പ്രതികരണം. 24, തിരുവനന്തപുരം. നവകേരള സദസ്സിനിടെ ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകനെ പോലീസ് കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ വ്യാജ റിപ്പോർട്ടുമായി പോലീസ്. മർദ്ദനം ഉണ്ടായിട്ടില്ല എന്ന വ്യാജ റിപ്പോർട്ടാണ് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചത്. നവകേരള സദസ്സ് ജില്ലയിലെ പള്ളിപ്പുറത്തെത്തിയപ്പോൾ മാധ്യമം ആലപ്പുഴ ബ്യൂറോ ഫോട്ടോഗ്രാഫർ മനു ബാബുവിനെ ചേർത്തല DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘം തടഞ്ഞു നിർത്തുകയും
അസഭ്യവർഷം നടത്തുകയും ചെയ്യുകയായിരുന്നു. മാധ്യമപ്രവർത്തകനാണ് എന്ന് തിരിച്ചറിയൽ കാർഡ് കാണിച്ചിട്ടും കയ്യേറ്റം തുടർന്നു. സ്റ്റാൻഡിട്ട് വെച്ചിരുന്ന മനുവിന്റെ സ്കൂട്ടറിന്റെ താക്കോൽ ഊരിയെടുത്ത ഡിവൈഎസ്പി സ്കൂട്ടർ തള്ളി ഓടയിലേക്കിടുകയും ചെയ്തു. സംഭവത്തിൽ മനു ബാബു അന്ന് തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി നൽകിയിരുന്നു. മുഖ്യമന്ത്രിക്ക് നേരെ വീണ്ടും കരിങ്കൊടി പ്രതിഷേധം. മുളന്തുരുത്തിയിൽ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാനെത്തിയ 12 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. നവകേരള സദസ്സിന് സുരക്ഷ ഒരുക്കാൻ കാക്കനാട് കളക്ടറേറ്റിന് മുൻപിൽ നിന്ന് സർഫാസി വിരുദ്ധ സമരസമിതിക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. സമരക്കാർ മുഖ്യമന്ത്രിക്ക് നേരെ പ്രതിഷേധിക്കാൻ സാധ്യതയുണ്ട് എന്ന നിഗമനത്തിലാണ് പോലീസ് ഇവരെ ബലം പ്രയോഗിച്ച് ഒഴിപ്പിച്ചത്. സമരപ്പന്തലിലെത്തിയ പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. പാലാരിവട്ടത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ കരിങ്കൊടി വീശി. സംഭവത്തിൽ 4 പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തൃക്കാക്കര മുനിസിപ്പാലിറ്റിക്ക് സമീപത്തു നിന്ന് 8 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുൻകരുതലിന്റെ ഭാഗമായി പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. കണ്ണൂർ പയ്യാമ്പലത്ത് പപ്പാഞ്ഞി മാതൃകയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ കോലം കത്തിച്ച SFI നേതാക്കൾക്കെതിരെ കേസ്. SFI സംസ്ഥാന പ്രസിഡന്റ് K. അനുശ്രീ ഉൾപ്പെടെ 9 പേർക്കെതിരെയാണ് നടപടി. കലാപശ്രമം അടക്കമുള്ള വകുപ്പുകൾ പ്രകാരമാണ് കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തത്. പുതുവത്സരാഘോഷത്തിനിടെയാണ് കണ്ണൂർ പയ്യാമ്പലം ബീച്ചിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ കോലം കത്തിച്ചത്. പാപ്പാഞ്ഞി മാതൃകയിൽ നിർമ്മിച്ച 30 അടി ഉയരമുള്ള കോലമാണ് കത്തിച്ചത്. സർവകലാശാലകളിൽ കാവ്യവൽക്കരണം, കണ്ണൂരിനെ അധിക്ഷേപിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങൾ ആവർത്തിച്ചായിരുന്നു SFI പ്രതിഷേധം. SFI സംസ്ഥാന പ്രസിഡന്റ് K. അനുശ്രീ അടക്കം 9 പേർക്കെതിരെയാണ് കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തത്. കലാപശ്രമം, അന്യായമായി സംഘം ചേരൽ, പൊതുസ്ഥലത്ത് അപകടമുണ്ടാക്കും വിധം പെട്രോളും തീയും അലക്ഷ്യമായി കൈകാര്യം ചെയ്തു തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത്. 24 കണ്ണൂർ. ജപ്പാൻ തീരത്ത് സുനാമി ഭീഷണി. ഇഷിഗാവ പ്രവിശ്യയിലെ നോട്ടോ മുനമ്പിലുണ്ടായ ശക്തമായ ഭൂചലനത്തിന് പിന്നാലെയാണ് സുനാമി തിരകൾ അടിച്ചത്. ഒട്ടേറെ തുടർ ഭൂചലനങ്ങളും ഉണ്ടായി. നിരവധി വീടുകളും വൈദ്യുത പോസ്റ്റുകളും തകർന്നു. വാജിമ തീരത്ത് തിരമാലകൾ 1.2 മീറ്റർ ഉയർന്നതായി റിപ്പോർട്ടുകളുണ്ട്. പ്രാദേശിക സമയം 4:30യോടെയാണ് ഇഷിഗാവ പ്രവിശ്യയിൽ 7.4 തീവ്രതയുള്ള ഭൂകമ്പമുണ്ടായത്. 3 മണിക്കൂറിനിടെ 3 മുതൽ 5 വരെ തീവ്രതയുള്ള 40ഓളം തുടർചലനങ്ങളുമുണ്ടായി. ഇഷിഗാവ, നിഗാറ്റ, ടൊയാമ, യമഗത, ഫുക്കുയി, ഹ്യോഗ്യോ പ്രവിശ്യകളിൽ ജപ്പാൻ കാലാവസ്ഥാ ഏജൻസി സുനാമി മുന്നറിയിപ്പ് നൽകി. 1.2 മീറ്ററോളം ഉയരമുള്ള തിരമാലകൾ ഇഷിഗാവ പ്രവിശ്യയിലെ വാജിമ നഗരത്തിൽ അടിച്ചതായാണ് റിപ്പോർട്ട്. 30,000-ലേറെ വീടുകളിൽ വൈദ്യുതി മുടങ്ങി. നിരവധി വീടുകൾ തകർന്നു. പരുക്കേറ്റ നിരവധി പേരെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. തീരപ്രദേശത്തുള്ളവർ എത്രയും വേഗം ഒഴിയണമെന്ന് പ്രധാനമന്ത്രി ഫുമിയോ കിഷിദ നിർദ്ദേശിച്ചു. നോട്ടോ, ഇഷിഗാവ പ്രദേശങ്ങളിൽ തിര 5 മീറ്ററോളം ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ജപ്പാനിൽ ഇന്ത്യൻ എംബസി കൺട്രോൾ റൂം തുറന്നു. 817039301715 അല്ലെങ്കിൽ 817014920049 എന്നീ കൺട്രോൾ റൂം നമ്പറുകളിൽ സഹായത്തിനായി ബന്ധപ്പെടാം. ഇന്റർനാഷണൽ ഡെസ്ക് 24. അജയ്യം ത്രിവർണം. പുതുവർഷത്തിൽ ചരിത്രം കുറിച്ച് ISRO. രാജ്യത്തിന്റെ ആദ്യ എക്സ്റേ പോളാരിമീറ്റർ ഉപഗ്രഹമായ എക്സ്പോസാറ്റ് വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തിച്ചു. തിരുവനന്തപുരം പൂജപ്പുര LBS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഫോർ വിമനിലെ വിദ്യാർത്ഥികൾ രൂപകൽപ്പന ചെയ്ത വിസാറ്റ് ഉൾപ്പെടെ 10 പേലോഡുകളും ഭ്രമണപഥത്തിൽ എത്തിച്ചു. 5, 4, 3, 2, 1, 0. Lift off normal.
bright morning of the New Year's Day made brighter by a majestic liftoff. രാവിലെ 9:10 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ ഒന്നാം വിക്ഷേപണത്തറയിൽ നിന്നും എക്സ്പോസാറ്റും വഹിച്ചുകൊണ്ട് PSLV C-58 കുതിച്ചുയർന്നു. ഓരോ ഘട്ടങ്ങളും വിജയകരമായി പൂർത്തീകരിച്ച 21 മിനിറ്റ് കൊണ്ട് എക്സ്പോസാറ്റിനെ ഭ്രമണപഥത്തിലെത്തിച്ചു. ദൗത്യം വിജയകരമെന്നും 2024 ഗഗൻയാൻ ഉൾപ്പെടെ നിരവധി ദൗത്യങ്ങളുണ്ടെന്നും ISRO ചെയർമാൻ ഡോക്ടർ S. സോമനാഥ്. Yet another successful mission of PSLV has been accomplished. PSLV C-58 has placed the primary satellite ExpoSat in the desired orbit of 650 kilometer, 6-degree inclination. This year just began and we are going to have many launches, and 2024 is going to be the year of Gaganyaan. As you already know, the TVD-1 mission has just been over last year. അമേരിക്കയ്ക്ക് ശേഷം എക്സ്റേ പോളാരിമീറ്റർ ഉപഗ്രഹം ഭ്രമണപഥത്തിലെത്തിക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ. തമോഗർത്തങ്ങൾ, ന്യൂട്രോൺ നക്ഷത്രങ്ങൾ തുടങ്ങിയ എക്സ്റേ സ്രോതസ്സുകളെക്കുറിച്ച് പഠിക്കുകയാണ് ലക്ഷ്യം. 5 വർഷമാണ് ദൗത്യത്തിന്റെ കാലാവധി. ISROയും ബംഗളൂരുവിലെ രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും ചേർന്നാണ് ഉപഗ്രഹം രൂപകൽപ്പന ചെയ്തത്. PSLVയുടെ ദിശ മാറ്റി ഭ്രമണപഥം താഴ്ത്തിയുള്ള പോയം പരീക്ഷണവും ദൗത്യത്തിന്റെ ഭാഗമായിരുന്നു. 24 ചെന്നൈ. കെ സുധാകരൻ, VM സുധീരൻ വാക്പോരിൽ സംസ്ഥാന കോൺഗ്രസിൽ അമർഷം. മുതിർന്ന നേതാക്കൾ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കി എന്നാണ് പൊതുവികാരം. പരസ്യ വിഴുപ്പലക്കൽ ഒഴിവാക്കി പറയാനുള്ള കാര്യങ്ങൾ പാർട്ടി വേദിയിൽ ഉന്നയിക്കണമെന്ന് VD സതീശനും രമേശ് ചെന്നിത്തലയും പറഞ്ഞു. തർക്കം പരിഹരിക്കാൻ ഹൈക്കമാൻഡ് ഇടപെടൽ ഉണ്ടായേക്കും. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ ഉയർന്ന വിവാദങ്ങളിൽ മേൽക്കൈ നേടാനായെന്ന ആത്മവിശ്വാസത്തിലായിരുന്നു പ്രതിപക്ഷം. എന്നാൽ ഒരിടവേളയ്ക്ക് ശേഷം നേതാക്കളുടെ പരസ്യവാക്പോര് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നു. തർക്കവും വാക്പോരും ഇനിയും രൂക്ഷമായാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രതീക്ഷകളെയും അത് തല്ലിക്കെടുത്തും. അതുകൊണ്ടുതന്നെ പരസ്യ പ്രതികരണങ്ങളിലൂടെ രംഗം ഇനിയും വഷളാക്കരുതെന്ന അഭ്യർത്ഥനയാണ് നല്ലൊരു വിഭാഗം നേതാക്കൾക്കുമുള്ളത്. അങ്ങനെ എന്തെങ്കിലും പാർട്ടിയിലെ നേതാക്കന്മാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പാർട്ടിക്കകത്താണ് സംസാരിക്കേണ്ടത്. പുറത്ത് അത് പറയുമ്പോൾ പാർട്ടി പ്രവർത്തകർക്ക് അത് വേദനിക്കും. ഞാനും കൂടി കയറി അത് പറഞ്ഞു. ഞാൻ പാർട്ടി പ്രവർത്തകർക്ക് വിഷമമുണ്ടാക്കുന്ന ഒരു പരാമർശവും ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്യില്ല. പരസ്യ പ്രസ്താവനകൾ നടത്തുന്നത് AICC ജനറൽ സെക്രട്ടറി തന്നെ നിർദ്ദേശിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് പരസ്യ പ്രസ്താവനകൾ ഒഴിവാക്കി എല്ലാവരും ഒരുമിച്ച് പോകണം. സുധീരനെ പോലെയുള്ള നേതാക്കന്മാർക്ക് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് അവരുമായി ചർച്ച ചെയ്ത് ആ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണുകയും വേണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഗ്രൂപ്പ് പോരിലും പുനഃസംഘടനാ നടപടികളിലും സുധീരനെ പോലെ അതൃപ്തരായ നിരവധി നേതാക്കൾ ഇനിയും പാർട്ടിയിലുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യം മുതലെടുക്കാൻ അത്തരം നേതാക്കൾ കൂടി രംഗത്തെത്തിയാൽ അന്തരീക്ഷം കുഴഞ്ഞുമറിയുമെന്ന നേതൃത്വത്തിന് ഉറപ്പുണ്ട്. അതിനു മുമ്പ് പ്രശ്നം രമ്യമായി പരിഹരിക്കണമെന്ന അഭിപ്രായക്കാരും പാർട്ടിയിലുണ്ട്. സുധീരന്റെ വിമർശന ശരങ്ങൾ സംസ്ഥാന നേതൃത്വത്തിനെതിരെ ആയതിനാൽ പ്രശ്നപരിഹാരത്തിന് AICC ഇടപെടലുണ്ടായേക്കാം. ഹൈക്കമാൻഡിനെതിരെയും സുധീരൻ ഒളിയം പെയ്തിട്ടുണ്ട്. അതിനാൽ തന്നെ വിഷയത്തിൽ നേതൃത്വത്തിന്റെ ഇടപെടലും തുടർ നീക്കങ്ങളും സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് ഒരു വിഭാഗം നേതാക്കളും പ്രവർത്തകരും. 24 തിരുവനന്തപുരം. ഫോർട്ട് കൊച്ചിയിലെ പുതുവത്സരാഘോഷത്തിനിടെ വൻ സുരക്ഷാ വീഴ്ചയുണ്ടായതിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. പരേഡ് ഗ്രൗണ്ടിലെ പാപ്പാഞ്ഞിക്ക് ഔദ്യോഗികമായി തീ കൊളുത്തുന്നതിന് മുൻപേ തീപിടിച്ചു. സമീപത്ത് നിന്നയാൾ എറിഞ്ഞ പടക്കത്തിൽ നിന്നാണ് തീ പടർന്നത്. KJ മാക്സി MLA ഉൾപ്പെടെ നിരവധി ആളുകൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. MLAയും സ്ഥലം കൗൺസിലറുമാണ് പാപ്പാഞ്ഞിക്ക് തീ കൊളുത്താൻ നിയോഗിക്കപ്പെട്ടത്. 11:45 ഇവരെല്ലാം പാപ്പാഞ്ഞിക്ക് മുന്നിലെത്തി. 12 മണിക്ക് കരിമരുന്ന് തിരികൊളുത്താൻ തയ്യാറെടുക്കുമ്പോഴാണ് പിന്നിൽ നിന്ന് ആരോ പടക്കമെറിഞ്ഞത്. തീ ആളിപ്പടർന്നതോടെ മുന്നിലുണ്ടായിരുന്നവർ പുറകിലേക്ക് പിന്മാറി. തീപ്പൊരി വീണ് ചിലരുടെ കൈക്ക് നിസ്സാര പരിക്കേറ്റു. പടക്കമെറിഞ്ഞയാളെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇയാൾ എങ്ങനെ അകത്ത് കയറിയെന്നും പടക്കം എങ്ങനെ കിട്ടിയെന്നും വ്യക്തമല്ല. MLAയും ജില്ലാ കളക്ടറും വൻ സുരക്ഷാ സന്നാഹവും ഉണ്ടായിട്ടും വീഴ്ചയുണ്ടായത് പോലീസ് ഗൗരവത്തോടെയാണ് കാണുന്നത്. നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ച് ആളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. 24 കൊച്ചി. ലോക ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യമായി പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനവുമായി 24. ഈ മാസം 28 കൊച്ചിയിലാണ് പരിപാടി. പേരുകൾ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്നവർക്ക് പങ്കെടുക്കാൻ അവസരം ലഭിക്കുമെന്ന് 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ പറഞ്ഞു. വാർത്താമാധ്യമവും പ്രേക്ഷകരും തമ്മിലുള്ള ബന്ധത്തെ പുനർനിർവചിച്ച 24 ഇതാ മറ്റൊരു ചരിത്ര ഉദ്യമത്തിലേക്ക് കടക്കുകയാണ്. ഈ മാസം തന്നെ സംസ്ഥാന സമ്മേളനം നടക്കുമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു.
ജനുവരി 28 ഞായറാഴ്ചയാണ് നമ്മുടെ സംസ്ഥാന സമ്മേളനം നടക്കുക. 10 മണിക്ക് ശേഷമായിരിക്കും സംസ്ഥാന സമ്മേളനം ആരംഭിക്കുക. ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ ഷോയിൽ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ തന്നെയാണ് വിശദാംശങ്ങൾ പുറത്തുവിട്ടത്. കൊച്ചിയിൽ ഈ മാസം 28 നടക്കുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ 10,000-ലധികം പേർക്ക് അവസരമുണ്ടാകും. രജിസ്ട്രേഷൻ സൗജന്യം. ലോകത്തിലെ ടെലിവിഷൻ ചാനലിലെ ആദ്യത്തെ സംസ്ഥാന സമ്മേളനമാണ് നടക്കാൻ പോകുന്നത്. ലോക ചരിത്രത്തിൽ നമ്മളൊരു പുതിയ അധ്യായം ഈ കൊല്ലം എഴുതുന്നു. പ്രേക്ഷകർ വെറും കാഴ്ചക്കാരല്ല, സംവാദകരാണ്. 24ന്റെ മുന്നണിയിലും പിന്നണിയിലും പ്രവർത്തിക്കുന്നവർ പ്രേക്ഷകരിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ് സമ്മേളനത്തിലൂടെ. പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനത്തിന് മിഴിവേകാൻ പ്രിയ താരങ്ങൾ അണിനിരക്കുന്ന കലാവിരുന്നുമുണ്ടാകും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 6235968630 എന്ന നമ്പറിൽ ബന്ധപ്പെടണം. ന്യൂസ് ഡെസ്ക് 24. ഇനി മറ്റു വാർത്തകൾ ചുരുക്കത്തിൽ. മകരവിളക്ക് മഹോത്സവത്തിന് ശബരിമലയിൽ വിപുലമായ ഒരുക്കങ്ങളുമായി വനം വകുപ്പ്. സന്നിധാനത്ത് 100ഓളം ഉദ്യോഗസ്ഥരെ വിന്യസിച്ചു. മല കയറുന്നവർക്ക് വിവിധ സേവനങ്ങൾ നൽകാനും സുരക്ഷ ഒരുക്കാനും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഉണ്ടാകും. ആലപ്പുഴ കായംകുളത്ത് പുതുവത്സരാഘോഷത്തിനിടെ 4ാം ക്ലാസ്സുകാരനെ പോലീസ് മർദ്ദിച്ചതായി പരാതി. പടക്കം പൊട്ടിക്കുന്നത് കാണാൻ അച്ഛനൊപ്പം എത്തിയ 9 വയസ്സുകാരനായ അക്ഷയ്യെ മഫ്തിയിലുണ്ടായിരുന്ന പോലീസ് ലാത്തികൊണ്ട് തല്ലിയെന്നാണ് പരാതി. ക്രിസ്മസ് പുതുവത്സര നാളുകളിലെ മദ്യവിൽപ്പനയിൽ വീണ്ടും റെക്കോർഡ് തിരുത്തി മലയാളികൾ. 543 കോടി രൂപയുടെ മദ്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വിറ്റത്. തിരുവല്ലത്ത് ഭർത്തൃവീട്ടിൽ യുവതി ആത്മഹത്യ ചെയ്ത കേസിലെ പ്രതികളെ രക്ഷപ്പെടാൻ പോലീസ് സഹായിച്ചെന്ന് കണ്ടെത്തൽ. വിവരം ചോർത്തി നൽകിയ കടക്കൽ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനെതിരെ നടപടി ആവശ്യപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ റിപ്പോർട്ട് സമർപ്പിച്ചു. കണ്ണൂർ കോർപ്പറേഷൻ മേയർ ടി.ഒ. മോഹനൻ രാജിവെച്ചു. പദവി പങ്കിടാൻ കോൺഗ്രസും ലീഗും തമ്മിൽ UDF-ലുണ്ടാക്കിയ ധാരണയുടെ ഭാഗമായാണ് രാജി. പ്രത്യേക കൗൺസിൽ യോഗത്തിന് ശേഷം സെക്രട്ടറിക്ക് രാജിക്കത്ത് കൈമാറി. ജാതി സെൻസസിനെതിരെ വീണ്ടും നായർ സർവീസ് സൊസൈറ്റി. ജാതി സംവരണം ഉപേക്ഷിക്കണമെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെടുന്ന പ്രമേയം പ്രതിനിധി സഭ പാസാക്കി. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇതോടെ പ്രൈം ടൈം ന്യൂസ് പൂർണ്ണമാകുന്നു. ഇനി ഇന്ന് സംഭവിച്ചതുമായി അനുജ രാജേഷ്.